Hello students, welcome to my lecture. Let us do a problem on accelerating frame of reference. The problem is a cylinder of mass M and radius R rolls without slipping on a plank which is accelerated at the rate A. Find the acceleration of the cylinder. ഒരു സിലിണ്ടർ M മാസ് ഉണ്ട്, R റേഡിയസ് ഉണ്ട്. അത് ഒരു പലക കഷണത്തിൻ്റെ മുകളിൽ ഉരുണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്ലിപ്പ് ചെയ്യാതെ ഉരുണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പലക കഷണം E ആക്സിലറേഷൻ ആണ് ഉള്ളത്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഓഫ് ദ സിലിണ്ടറിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ഈ പടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഈ വുഡൻ പ്ലാങ്ക് പലക കഷണം ആക്സിലറേഷൻ പ്ലസ് എക്സ് ഡയറക്ഷനിലേക്കാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സിലിണ്ടർ അതിൻ്റെ മുകളിൽ റോൾ ചെയ്ത് ഉരുണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഉരുണ്ടുകൊണ്ടിരിക്കുമെങ്കിലും നമുക്ക് അത് ട്രാൻസ്ലേറ്റ്, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന, അത് റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിനൊരു ആക്സിലറേഷൻ, ട്രാൻസ്ലേഷണൽ ആക്സിലറേഷൻ അതുകൊണ്ടുണ്ടാകുന്നുണ്ട്. അതായത് ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല, പക്ഷേ ഈ റൊട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ട്രാൻസ്ലേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇനി അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, രണ്ട് ബോഡീസ് കോണ്ടാക്റ്റിലായാൽ ആ മോഷൻ, ഏതെങ്കിലും ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു സ്മോൾ എഫ് എന്ന് പറയുന്ന ഡയറക്ഷനിലാണ്. ഈ താഴത്തെ ഫിഗറിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇതാണ് നമ്മുടെ ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ്. ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഫ്രെയിം എന്ന് പറയുന്നത് വുഡൻ പ്ലാങ്ക് ആണ്. പക്ഷെ ആ വുഡൻ പ്ലാങ്ക് E ആക്സിലറേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു, പ്ലസ് എക്സ് ഡയറക്ഷനിൽ. ആ ആക്സിലറേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത്, ഈ ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ്. അപ്പോൾ ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മൈനസ് എക്സ് ഡയറക്ഷനാണ്. ഈ കാണുന്നതാണ് ആംഗുലർ ആക്സിലറേഷൻ ആൽഫ ഡാഷ്. ഇനി നമുക്ക് ഈ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അതായത് the equations of motion in the system fixed to the accelerating plank. നമ്മൾ ഈ പ്ലാങ്കിൽ നിന്നും ഒരാൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ മോഷനെ, ഈ റൊട്ടേറ്റിംഗ് സിലിണ്ടറിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? the equation of motion in the system fixed to the accelerating plank are, one is the fictitious force അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം മൈനസ് എഫ് ഡയറക്ഷൻ, F ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫിക്ടിഷ്യസ് ഫോഴ്സ്, പിന്നെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക്, ആക്സിലറേഷൻ്റെ ഡയറക്ഷനിലേക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് മൈനസ് F ഫിക്ടിഷ്യസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എ ഡാഷ്. എം എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഓഫ് ദ സിലിണ്ടർ ഇൻ ദ ഫ്രെയിം വിച്ച് ഇസ് വുഡൻ പ്ലാങ്ക്. ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ നിന്നുകൊണ്ടുള്ള സിലിണ്ടറിന്റെ ആക്സിലറേഷൻ ആണ് എ ഡാഷ് എന്ന് പറയുന്നത്. രണ്ടാമത് ടോർക്ക് ആണ്. ടോർക്ക് എന്ന് പറയുന്നത് റേഡിയസ് ഇൻറ്റു ഫോഴ്സ്. ഈ കേസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് കോസിംഗ് റൊട്ടേഷൻ, ദാറ്റ് ഇൻറ്റു ദ റേഡിയസ്, ദാറ്റ് വിൽ ഗിവ് യു ഐ ആൽഫ. അപ്പോൾ ആൽഫ ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ angular acceleration of the cylinder from the accelerating frame, that is wooden plank. wooden plankൽ നിന്നും മെഷർ ചെയ്യപ്പെടുന്ന സിലിണ്ടറിന്റെ ആംഗുലർ ആക്സിലറേഷൻ, അതാണ് ആൽഫ ഡാഷ്. ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സിലിണ്ടർ. ദ സിലിണ്ടർ റോൾസ് ഓൺ ദ പ്ലാങ്ക് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഈ സിലിണ്ടർ സ്ലിപ്പ് ചെയ്യാതെ ജസ്റ്റ് പ്യുവർ റോളിംഗ് ആണ്, റൊട്ടേഷൻ ആണ്. അതുകൊണ്ട് സ്ലിപ്പിംഗ്, ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ലാത്തതുകൊണ്ട് the complete kinetic energy is equal to the total kinetic energy is equal to the rotational kinetic energy, that is studied in the lower classes.
അങ്ങനെയാണെങ്കിൽ we can say that the relation between angular acceleration and the linear acceleration, a dash എന്ന് പറയുന്നത് ആക്സിലറേറ്റിംഗ് ഫ്രെയിമിലെ മെഷർ ചെയ്യുന്ന സിലിണ്ടറിന്റെ ലീനിയർ ആക്സിലറേഷൻ ആണ്. അപ്പോൾ എ ഡാഷ് സമം ആംഗുലർ ആക്സിലറേഷൻ ഇൻറ്റു റേഡിയസ്. സോ ആൽഫ ഡാഷ് ഇൻറ്റു ക്യാപിറ്റൽ ആർ. അതിൽ നിന്നാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? We can substitute the values from the equation first. Last slide equation m a dash is equal to, നമ്മൾ പറഞ്ഞു the frictional force minus fictitious force. So frictional force is nothing but minus I0 a dash by r dash square, r square. കാരണം വെച്ചാൽ from the last equation for torque ന്റെ equation പറഞ്ഞു small f into capital R, that is frictional force into radius, that is that I alpha, I0 alpha minus I0 alpha. So alpha dash, that is the angular acceleration, but alpha dash is from this equation a dash by r. So we are substituting the value, you will get minus I0 a dash by r square minus fictitious force. ഇത് നിങ്ങൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എ ഡാഷ്, അതായത് ഫസ്റ്റ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി എ ഡാഷ് കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ഡാഷ് സമം ഈ ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ് ബൈ എം പ്ലസ് ഐ ബൈ I0 ബൈ ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനേർഷ്യൽ സിസ്റ്റത്തിൽ നിന്നാണ്, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആക്സിലറേറ്റിംഗ് ഫ്രെയിമായ വുഡൻ പ്ലാങ്കിൽ നിന്നും ഈ സിലിണ്ടറിന്റെ ആക്സിലറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ദാറ്റ് ഇസ് എ ഡാഷ്. ഇനി ഇതേ സിലിണ്ടറിന്റെ ആക്സിലറേഷൻ നമ്മൾ ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു ദ റിലേഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ എ ഇസ് ദ ആക്സിലറേഷൻ ഓഫ് ദ വുഡൻ പ്ലാങ്ക്, ക്യാപിറ്റൽ എ പ്ലസ് എ ഡാഷ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഇവിടെ എ ഡാഷിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, I0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എ ഡാഷിന്റെ വാല്യൂ യഥാർത്ഥത്തിൽ -2/3 a എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഐ ആം എക്സ്പ്രസിംഗ് ദ ആക്സിലറേഷൻ ഓഫ് ദ സിലിണ്ടർ ഇൻ ടേംസ് ഓഫ് ദ ആക്സിലറേഷൻ ഓഫ് ദ പ്ലാങ്ക്. അപ്പൊ ആക്സിലറേഷൻ ഓഫ് ദ പ്ലാങ്കിന്റെ പിന്നെ പ്ലാങ്ക് ക്യാപിറ്റൽ എ ആണെങ്കിൽ ക്യാപിറ്റൽ എ ഇൻറ്റു -2/3 ഈസ് വാട്ട് ദ ആക്സിലറേഷൻ ഓഫ് ദ സിലിണ്ടർ. അപ്പോൾ ആ ആക്സിലറേഷൻ ഓഫ് സിലിണ്ടർ വിത്ത് റെസ്പെക്ട് ടു ദ വുഡൻ പ്ലാങ്ക് എ ഡാഷ്. പക്ഷേ എ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ എ പ്ലസ് എ ഡാഷ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എ പ്ലസ് എ ഡാഷ് എന്ന് പറയുന്നത് -2/3 a. സോ ക്യാപിറ്റൽ എ -2/3 a എന്ന് പറയുന്നത് 1/3 a. സോ ദ ആൻസർ ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ സിലിണ്ടർ ഫ്രം ദ ഇനർഷ്യൽ ഫ്രെയിം ഇസ് a/3, whereas the acceleration of the cylinder with respect to the accelerating frame is -2/3 a.